പറയുന്നതില് ചിലപ്പോ ചിലർക്ക് വിരോധം ഉണ്ടാവും. അതൊന്നുമില്ല. അതായത് ഫിസിക്സും കെമിസ്ട്രിയും അതെ, പ്രത്യേകിച്ച് ഫിസിക്സ് കുറച്ചും കൂടെ ടഫാക്കാൻ ആക്കണമെന്നാണോ പറയുന്നത്? ആക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പ്ലസ് ടുവിന്റെ ഒപ്പം പഠിക്കുന്നവരാരും ജയില് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോ ഇനി അതില് വല്ല ഭയങ്കര തലമുള്ള ആൾക്കാരുണ്ടെങ്കിലോ ടൈം മെഷീൻ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെന്നിട്ട് ഇരുന്ന് പഠിക്കണമെന്നാണ് ഞാൻ പറയുള്ളത്. കുറച്ചുകൂടി പേഴ്സണലി കൂടുതൽ വാങ്ങിക്കാൻ പറ്റിയിരുന്നതിനെ അല്ലേ? ഹലോ എവരിവൺ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സൈലത്തിലെ ഇന്റഗ്രേറ്റഡ് സ്കൂളിലെ +1+2 പഠിച്ച് ജെഇ മെയിന്റെ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വൈഷ്ണവാണ്. വൈഷ്ണവ്, വെൽക്കം. എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ? പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പം ജെഇ മെയിന്റെ ഒരു വലിയ ഒരു വിജയം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഒരു NIT സീറ്റ് എന്തായാലും നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് അല്ലെ? അപ്പം ഈ ഒരു അഡ്വാൻസിന്റെ പ്രിപ്പറേഷനിലേക്ക് ഇപ്പൊ കടന്നിരിക്കുകയാണ്. അപ്പം അഡ്വാൻസിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മളിപ്പം ജെഇ മെയിൻ അല്ലെ, ജെഇ മെയിൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ +2 കഴിഞ്ഞിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കുറെ കുട്ടികൾ എഴുതിയിട്ടുണ്ടായിരിക്കും ജെഇ മെയിൻ. അപ്പം ഈ ഒരു കുട്ടികളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ നല്ലൊരു അറ്റംപ്റ്റ് ചിലപ്പം എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല നമ്മുടെ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഒക്കെ. അപ്പം ഇത്തരം ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളോട് മോൻ എന്താണ് ശരിക്കും പറയാനുള്ളത്? ഇപ്പോ ഞാൻ ഇന്റഗ്രേറ്റഡ് പഠിച്ചിട്ടാണ് പേര്. ഓബിയസ്ലി ഒരു പ്രിപ്പറേഷൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പേപ്പർ തന്നെയായിരുന്നു. അതായത് ക്വസ്റ്റ്യൻസ് വലിയ പാറ്റേൺ വ്യത്യാസമോ ഒന്നും കാണിക്കാണ്ട് അങ്ങനത്തെ ഒരു രീതി തന്നെ. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും. മാത്സ് പിന്നെ ചെറിയ ഡിഫിക്കൽട്ടി ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല, ടൈം മാനേജ് ചെയ്യാലോ. അങ്ങനെ തന്നെ. അപ്പോ ഇപ്പൊ പെർസെന്റേജിൽ കുറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ അപ്പോഴും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ തന്നെ മതി. അല്ല ഇനി നെക്സ്റ്റ് ഇയർ +2നൊപ്പം എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ അതെ. അപ്പൊ പ്രിപ്പറേഷന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നാലും ചില കുട്ടികൾക്ക് ഇപ്പൊ ഒരു സംശയം കാണും, ജെഇ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ജെഇക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് വെറുതെ സമയം കളയണോ എന്നൊക്കെ ഒരു തോട്ടിലേക്ക് കൂടെ പോകുന്ന കുറെ കുട്ടികളുണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഈ റിപ്പീറ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ ആ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു നല്ല ഓപ്ഷൻ ആണോ എന്നുള്ളത് എന്താണ് മോജുവിന്റെ സജഷൻ എന്ന് പറയുന്നത്? എഴുതുന്ന ആൾക്ക് സാറ്റിസ്ഫൈ ആവാൻ പറ്റുന്ന ഒരു സീറ്റ് ഉറപ്പിക്കാൻ പറ്റുന്ന പെർസെന്റേജിൽ ഇപ്പൊ ഇല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന നല്ല ഓപ്ഷൻ ആണെന്ന്. അതെ, നല്ലൊരു ഓപ്ഷൻ ആണ് അല്ലെ? അപ്പൊ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു അല്ലെ? പക്ഷെ റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മളിപ്പോ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം +1+2 സിലബസിൽ നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ജെഇ മെയിന്റെ സിലബസ് നമ്മൾ കുറച്ചും കൂടെ എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസിലേക്കാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ അതനുസരിച്ച് മാറ്റണം. മാത്രമല്ല കുറച്ച് ഹെക്ടിക് ആയ പോലെ ഒരു ഫീൽ ചിലപ്പോൾ നമുക്ക് തോന്നാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ ഡീമോട്ടിവേഷൻ എന്നൊരു കാര്യം ഭയങ്കര വലുതാണ് അല്ലെ? ചില സമയത്ത് നമ്മൾ പിന്നോട്ട് വലിക്കാറുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു സാഹചര്യത്തെയൊക്കെ മോൻ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? അതിപ്പോ മോക്ക് ടെസ്റ്റിനൊക്കെ ശരിക്കും ഫുൾ ജെഇ മെയിൻ മോക്ക് ടെസ്റ്റ് ഒക്കെ തുടങ്ങിയപ്പോ മാർക്ക് വളരെ കുറവായിരുന്നു. അത് എല്ലാ ചാപ്റ്റേഴ്സും നല്ല തുറന്നായിട്ടും ഇല്ല. ക്ലാസ് എല്ലാം നന്നായി തന്നെയാ പോയിട്ടുള്ളത്. ബട്ട് ലൈക്ക് എന്താ ക്വസ്റ്റ്യൻ ചെയ്ത് തീർന്നിട്ടില്ല. പിന്നെന്താ എല്ലാ ചാപ്റ്ററും കൂടെ ഒരു ആകെ ഒരു കൊളായ മാതിരി ഉണ്ടാവില്ല. +1ഉം +2ഉം ഇത്രയധികം ചാപ്റ്റേഴ്സ്, അതും എന്താ ജെഇക്ക് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ലെവലൊക്കെ ആയപ്പോ. പക്ഷെ മോക്ക് ടെസ്റ്റ് എഴുതി കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ വന്ന ശീലമായി തുടങ്ങിയപ്പോ മാർക്ക് അതിനൊപ്പം കൂടി തന്നെയാ വന്നത്. പിന്നെ മോട്ടിവേഷൻ ആണെങ്കിൽ മെന്ററും ഫ്രണ്ട്സും എല്ലാരും ഉണ്ടല്ലോ, ടീച്ചേഴ്സും അതെ. ഇടയ്ക്ക് എന്താ ക്ലാസ്സിന് ഇടയ്ക്ക് വെച്ച് കുറച്ച് മാറ്റി വെച്ചിട്ട് മോട്ടിവേറ്റ് തന്നെ ചെയ്യും. അങ്ങനെയാണ് ടീച്ചേഴ്സ് സമാധാനം കിട്ടുമല്ലോ. അപ്പൊ ആ ഒരു ഇതില് പഠിച്ചു പോകുന്നു. അപ്പൊ ഈ പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ തോന്നിയിട്ടുള്ളത്? നമുക്കിപ്പോ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ചുമ്മാ നമ്മൾ വെറുതെ അങ്ങ് രാവിലെ എണീറ്റ് വന്നൊരു ബുക്ക് എടുത്ത് വെച്ച് പഠിക്കില്ല മാത്രമല്ലല്ലോ നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ അത് കുറെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഡെയിലി ക്ലാസ്സസ് കാണുന്നു, അതുപോലെ സെൽഫ് പ്രാക്ടീസ് ചെയ്യുന്നു, പിന്നെ പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ എക്സാംസ് മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നു അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് തോന്നിയിട്ടുള്ളത്? ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ക്ലാസ്സസ് എടുക്കുമ്പോ അതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോ തന്നെ ആ ഒരു കോൺസെപ്റ്റ് ടീച്ചേഴ്സ് പറയുമ്പോൾ നമുക്ക് തലേ കയറും, ശരിയാണ്. ബട്ട് അത് മാക്സിമം 1, 2, 3 ദിവസം ശരിക്കും മൊത്തം കോൺസെപ്റ്റ് ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻസ് ചെയ്ത് അതൊരു തനിയൊരു പാറ്റേണിൽ വരികയാണെങ്കിൽ എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ള ഒരു ഇതില് വരുള്ളൂ. ബട്ട് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു പോവാ, ബൈഹാർട്ട് ചെയ്യാനുള്ള ബൈഹാർട്ട് മാത്രം ചെയ്യാൻ എന്നുള്ളതല്ലാണ്ട് മോക്കും കൂടെ എഴുതിയാലേ എക്സാം ടൈമിലെ പെർഫോമൻസ് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ഓബിയസ്ലി എനിക്കായാലും ഫസ്റ്റ് ഫേസിലൊക്കെ ശരിക്കും
പെട്ടെന്ന് ടെൻസ്ഡായി പോയി. അത് അത്രയും നാളിലും പേപ്പർ എഴുതാൻ പോയപ്പോ ചെറുതായിട്ട് ഒരു ടെൻഷൻ വന്നിട്ടുണ്ടായി. ബട്ട് മോക്ക് ടെസ്റ്റ് എഴുതിയ കാരണം ഇത്രയും കൂടെ ഒരു ശീലം ഉണ്ടല്ലോ. അതെ, അപ്പൊ ഇത് പറഞ്ഞു അങ്ങനത്തെ ഒരു വന്നപ്പോ ഓക്കെ. അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞു വന്ന സമയത്താണ് ഈ ഫസ്റ്റ് ഫേസും അതുപോലെ സെക്കൻഡ് ഫേസും ജെയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലേ, നമുക്ക് 2 അറ്റംപ്റ്റ് എന്തായാലും കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ മോൻ ഫസ്റ്റ് ഫേസ് എഴുതിയപ്പോ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇനിയും ഇത് ഞാൻ ആവർത്തിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്തിയ ഒരു കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാമോ? ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഫേസ് എഴുതിയപ്പോ ഫസ്റ്റ് ഫേസിൽ എനിക്ക് 99.6% വന്നത്. അപ്പൊ എന്റെ കയ്യിൽ 2 ഓപ്ഷൻസാ പിന്നെ ഉണ്ടായിരുന്നത്. ഇനി ഒന്നുകിൽ എനിക്ക് ഫേസ് 2 കുറച്ചുകൂടെ ബെറ്റർ ആക്കാം, ഫേസ് 2 വേണ്ടി പഠിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴേ അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യാം. ഞാൻ ഫേസ് 2 പഠിച്ചില്ലെങ്കിൽ ചിലപ്പോ 99% കൂടൂല. എനിക്ക് കൂടിയിട്ടില്ല, ഫേസ് 2 ഇത്തിരി കുറയാൻ ഞാൻ ചെയ്തത്. അപ്പോ ഒന്നെങ്കിൽ ആ റിസ്ക് എടുത്തിട്ട് അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യാം. 99.6 ഒരു അത്യാവശ്യം സേഫ് സ്കോർ ആണെന്ന് വെച്ചു ഞാൻ. അതായത് ഞാൻ ഇപ്പോ അഡ്വാൻസിന് തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ മിസ്റ്റേക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ടൈം അലോട്ട്മെന്റ് കുറച്ചുകൂടെ റെഡിയാക്കാൻ തന്നെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത്രയും കൂടെ മോക്ക് എഴുതി കുറച്ച് റെഡി ആക്കിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ 2 ഫേസും എഴുതുന്നതിനെ പറ്റി മോൻ പറഞ്ഞു. അപ്പൊ മോന്റെ സജഷൻ എന്താണ്? നമ്മൾ ഫസ്റ്റ് ഫേസിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യണോ അതോ സെക്കൻഡ് ഫേസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ? ഏതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് പറയാനുള്ളത്? ഫസ്റ്റ് ഫേസിൽ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എങ്ങനെയാ ഈ കോമ്പറ്റീഷൻ ഭയങ്കര കുറവായിരിക്കും. കാരണം +2 ഒപ്പം പഠിക്കുന്നവരാരും ജെയില് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോ ഇനി അതില് വല്ല ഭയങ്കര തലയുള്ള ആൾക്കാരുണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഫേസിൽ ഇത്രയും കൂടെ കോമ്പറ്റീഷൻ കുറവാ, ആൾക്കാരുടെ അഡ്ജസ്റ്റ് ചെയ്യണം കുറവാ, എല്ലാം കുറവാ. അങ്ങനെ ആയ കാരണം ആദ്യമേ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വന്ന് ഫസ്റ്റ് ഫേസിൽ നല്ലൊരു പെർസെന്റേജ് മേടിച്ചിട്ട് പിന്നെ സെക്കൻഡ് ഫേസിന് ഒരു അഡ്വാൻസിൽ ഫോക്കസ് ചെയ്യാലോ. ഇൻ കേസ് ഫസ്റ്റ് ഫേസിൽ പെർസെന്റേജ് ഇല്ല എങ്കിൽ സെക്കൻഡ് ഫേസിന് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുകയും ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഫേസിൽ തന്നെ മാക്സിമം ട്രൈ ചെയ്യണം എന്നാണ് എന്റെ ഐഡിയ. അപ്പൊ എല്ലാവരും സാധാരണ എല്ലാ കുട്ടികളും പറയുന്നത് ഓക്കെ സമയമുണ്ടല്ലോ, ഏപ്രിലേക്ക് പോരാം അല്ലെ, ഏപ്രിൽ സെക്കൻഡ് ഫേസിന് വേണ്ടി പഠിച്ച് പാസ്സാകാം എന്നൊക്കെ ആയിരിക്കും ധാരണ വെച്ചിരിക്കുന്നത്. അപ്പൊ വൈഷ്ണവ് പറയുന്ന കേട്ടോ ഫസ്റ്റ് ഫേസിന് വേണ്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇനി വേറൊരു കാര്യം വരാം. അതായത് നമ്മളുടെ ഈ ഇപ്പൊ ജെയിമിന് എഴുതിയ സമയത്ത് വളരെ ലോ പെർസെന്റേജ് ആയിട്ട് കുറച്ച് കുട്ടികൾ കാണും. അതായത് 60%, 70% ആ ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും, ഇത് ഞങ്ങൾക്കോ പറ്റിയൊരു കാര്യമായിരിക്കുകയല്ല എന്നൊക്കെ ഒരു ധാരണ അവർക്കുണ്ടായിരിക്കും. അവർ ശ്രമിച്ചാൽ കിട്ടത്തില്ലേ, അല്ലെങ്കിൽ അവരോട് എന്താണ് പറയാനുള്ളത്? ശരിക്കും ടഫ് എക്സാം ആണോ എന്ന് വെച്ചാൽ ടഫായ എല്ലാവർക്കും ടഫാണ്. അതാണ്. അങ്ങനെ നോക്കുമ്പോൾ കോമ്പറ്റീവ് എക്സാം ആയ കാരണം റിലേറ്റീവ് പെർഫോമൻസിലാണ് ആവശ്യം വരുന്നത്. പെർസെന്റേജ് തന്നെ റിലേറ്റീവ് പെർഫോമൻസ് വെച്ച് വരുന്നതാണ്. അപ്പോ ഈ സാറ് പറഞ്ഞ പോലെ കുറച്ചുകൂടെ ലോവർ പെർസെന്റേജിൽ ഉള്ളവരാണെങ്കിൽ അവരെ ആക്ച്വലി മോക്സ് എഴുതി അവര് ഏത് ഭാഗത്താ വീക്ക് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇനി അഥവാ അവർക്ക് എക്സാം ടൈമിലത്തെ ടെൻഷൻ കാരണം മാർക്ക് പോയിട്ടുള്ളെങ്കിൽ അത് ശരിയാക്കാം. നെഗറ്റീവ്സ് വരുന്നതാണ് പ്രശ്നമെങ്കിൽ അത് കുറച്ചുകൂടെ സൂക്ഷിച്ച് ചെയ്യുക, റീചെക്ക് ചെയ്യുക. അങ്ങനെ അതായത് അതിന്റെ റൂട്ട് കോസ് നമ്മൾ കണ്ടുപിടിക്കണം, എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റുകയെന്നുള്ളത് അല്ലെ. ഓക്കെ. അതുപോലെ തന്നെ അടുത്തൊരു കേസ് വെക്കുന്നത്, നമുക്കിപ്പം പഠിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ ആയിക്കോട്ടെ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഇതിനെ ഒന്ന് റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിനായിരിക്കും? നമ്മുടെ മെറ്റീരിയൽസിനാണോ മോക്ക് എക്സാംസിനാണോ, എന്തിനായിരിക്കും? ഞങ്ങൾക്കിപ്പോ തന്നിട്ടുള്ളത് മെയിൻ മെറ്റീരിയൽ ടെക്സ്റ്റ് ബുക്സും തന്നിട്ടുണ്ട്, അതല്ലാണ്ട് ഇന്റഗ്രേറ്റഡിന്റെ മെറ്റീരിയലും തന്നിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡിന്റെ മെറ്റീരിയൽ ശരിക്കും നല്ലൊരു മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ബോർഡ് എക്സാമിനായാലും പ്രിപ്പയർ ചെയ്യാനാണല്ലോ ഞങ്ങൾ. കാരണം ബോർഡ് ലെവലായിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും എല്ലാ ഇപ്പം അതിനകത്ത് തന്നെ ഉണ്ട്. അല്ലാണ്ട് ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യാനും നീറ്റിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അത്യാവശ്യം നല്ല ബേസ് ക്വസ്റ്റ്യൻസും ഇത്രയും കൂടെ ലെവലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആ ഒരു ചെറിയ മെറ്റീരിയലിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ ക്ലാസ്സിൽ വെച്ച് തന്നെ ആക്ച്വലി അത്യാവശ്യം ഒരു ബേസ് ഉണ്ടാക്കിയതിനു ശേഷം തന്നെ പോണേ, എന്നിട്ടാണ് പിന്നെ നെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുക്കേണ്ട തന്നെ ആവശ്യം വരുമ്പോൾ. അപ്പോ ആ മെറ്റീരിയൽസ് എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. പിന്നെ CBT എക്സാംസ് നടത്തുന്ന ജെയ്മീൻസും അഡ്വാൻസ് ഒക്കെ CBT ആണല്ലോ. അപ്പൊ CBT മോക്ക് ടെസ്റ്റ് നടക്കുന്നതും നല്ലൊരു പോയിന്റ് ആയിട്ട് തോന്നുന്നു. അപ്പൊ ഞാൻ ഇനി വളരെ ഫണ്ണി ആയിട്ട് ഒരു കാര്യം ചോദിക്കാറ്. അതായത് ഇപ്പം വൈഷ്ണവിനെ നമ്മള് NTA ഒരു തലവനായിട്ട് അങ്ങ് നിയോഗിക്കുകയാണെന്ന് വിചാരിച്ചു.
ജെയിം എന്ന എക്സാമിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരുത്താൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ പറയണതില് ചിലപ്പോ ചിലർക്ക് വിരോധം ഉണ്ടാവും. അതൊന്നുമില്ല, അതായത് ഫിസിക്സും കെമിസ്ട്രിയും അതെ, പ്രത്യേകിച്ച് ഫിസിക്സ് കുറച്ചും കൂടെ ടഫ് ആക്കണമെന്നാണോ പറയുന്നത്? ആക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ജെഇ ശരിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കോമ്പറ്റീവ് എക്സാം ആണ്. അതിന് ലോ സ്കോറിംഗ് ആയാൽ പോലും കുഴപ്പമില്ല, റിലേറ്റീവ് പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഭയങ്കര ഈസി ആക്കി കഴിഞ്ഞാൽ ശരിക്ക് നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് വന്നിട്ട് അങ്ങനെ ആ ദിവസം ഒരു ടച്ച് വിട്ട് പോയി കുറച്ച് നെഗറ്റീവ് അടിച്ച് പോയാൽ ബാക്കി എല്ലാവരും ഭയങ്കര ഹൈ സ്കോറിൽ നിൽക്കുമല്ലോ. പകരം കുറച്ചുകൂടെ നേരെ എടുത്ത് ആലോചിക്കേണ്ട ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരെങ്കിൽ ഇപ്പൊ മാത്സ് അങ്ങനെ വരാൻ, മാത്സ് നല്ല എന്താ ബാക്കി രണ്ടും വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ടഫുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വരാൻ. അപ്പോ ആ ഒരു രീതിയിലെല്ലാം വരണമെങ്കിൽ നന്നായി പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് അത്യാവശ്യം നല്ല പേഴ്സണലിലേക്ക് എത്താലോ. അങ്ങനെ ഇത്രയും കൂടെ ടഫ് ആക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും. അത് കുഴപ്പമില്ല, നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണല്ലോ നമ്മളത് പറഞ്ഞത്, അത് കുഴപ്പമില്ല. ഓക്കെ, ഇനിയിപ്പോ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ ചോദിക്കുകയാണ്. അതായത് നമ്മളിപ്പോ ഇത്രയൊക്കെ നേടി, പേഴ്സണലൊക്കെ നേടി നല്ലൊരു അവസ്ഥയിൽ ഇരിക്കുകയാണ്, ഇപ്പൊ ജെഇ അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു അല്ലെ, ജെഇ മെയിൻ മോൻ എഴുതി ആ ഒരു ടൈം പാസ് ചെയ്ത് പോയി കഴിഞ്ഞു. ഒരു ടൈം മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ, തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ, മോൻ എഴുതിയുന്ന സമയത്ത് കുറച്ചും കൂടെ നന്നാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ പ്ലസ് ടു തുടക്കത്തില് കുറച്ചൊരു ഉഴപ്പായിരുന്നു ആക്ച്വലി. അപ്പൊ പ്ലസ് ടു തുടക്കത്തില് ഉഴപ്പായപ്പോ എനിക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിക്സും ഒക്കെ ഇത്തിരി വീക്ക് ആയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആകുമ്പോഴേക്കും അത് സ്ട്രോങ് ആക്കേണ്ടി വന്നു. അങ്ങനെ ലാസ്റ്റ് ആയപ്പോ പിന്നെ ഒപ്റ്റിക്സ് കയ്യിൽ നിന്ന് പോയി. അങ്ങനെ കുറച്ച് ബാക്ക്ലോഗ്സിലായിരുന്നു എഴുതിയിട്ടുള്ളത്. അപ്പൊ പറഞ്ഞ ടൈം മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെന്നിട്ട് ഇരുന്ന് പഠിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. കുറച്ചുകൂടെ പേഴ്സണലി കൂടുതൽ വാങ്ങിക്കാൻ പറ്റിയിരുന്നേനെ അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇത് തന്നെ ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ കാര്യങ്ങൾ പലതും ചിന്തിച്ചൊന്നും വരത്തില്ല അല്ലെ? പ്രത്യേകിച്ചും എനിക്ക് എന്റെ ഫസ്റ്റ് ഫേസിലത്തെ ഒപ്റ്റിക്സിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് എങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒപ്റ്റിക്സ് വീക്കായ കാരണം അതിന്റെ ഒരു കുറവ് വന്നു. അതെ, അപ്പൊ ഇതെല്ലാരും ശ്രദ്ധിക്കണം അല്ലെ? നമ്മളെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകണം എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മുതലേ എന്ത് ചെയ്യണം, ഫൗണ്ടേഷൻ മുതലേ നമ്മൾ സ്ട്രോങ് ആക്കി കൊണ്ടുവരേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട് അല്ലെ? ശ്രമിച്ചാൽ നടക്കും അല്ലെ? അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? അപ്പൊ പിന്നെ സമയം പോയി അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പം ലാസ്റ്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നല്ലേ വൈഷ്ണവ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്താണ് ബാലികേറ മല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ജെയിമെയിൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയാറുണ്ട്, നോർമലി പറയാറുണ്ട്. പക്ഷെ അത്ര സംഭവം അല്ല, നമ്മളെ കൊണ്ട് പഠിച്ചാൽ എല്ലാവർക്കും നേടാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ബുദ്ധിമുട്ടായാലും എല്ലാവർക്കും ബുദ്ധിമുട്ടാവുമല്ലോ, അത് തന്നെയാണ്. അപ്പൊ വൈഷ്ണവിനോട് മറ്റൊരു കാര്യം കൂടെ ചോദിക്കാം. അപ്പൊ നമ്മളെ ഈ വീഡിയോ കാണുന്ന കുറെ കുട്ടികൾ കാണും അല്ലെ, ഫ്യൂച്ചർ ആസ്പിറൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം അവരോട് എന്താണ് മോന് ഒരു സജഷൻ കൊടുക്കാനുള്ളത്? ഇപ്പോഴേ ഇരുന്ന് പഠിച്ചോ, ഉറപ്പായിട്ട് എന്നേലും കൂടുതൽ പേഴ്സണേൽ ഇപ്പൊ ഇരുന്ന് പഠിച്ചാൽ തന്നെ കിട്ടും. അതായത് ഇപ്പൊ പ്ലസ് ടുക്ക് കയറിയിട്ടുള്ള സ്റ്റുഡൻസിന് 1 വർഷം ബാക്കിയുണ്ട്. ഇപ്പൊ പ്ലസ് 1 പഠിച്ചിട്ടേ ഇല്ലാന്ന് വെച്ചോ, ഇപ്പൊ തന്നെ നല്ലൊരു രീതിയിൽ പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ ലാസ്റ്റ് 99+ കിട്ടുന്ന എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ പഠിച്ചു നോക്കിക്കോ. അതെ, എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും എന്നാണ് വൈഷ്ണവ് പറയുന്നത്. സോ അപ്പൊ എല്ലാവരും ഈ ഒരു നമ്മുടെ ഒരു ചാറ്റ് അല്ലെ, ഒരു ഫൺ ചാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ വൈഷ്ണവിന്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. വളരെ നല്ല ഒരു അനുഭവമാണ് വൈഷ്ണവ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. വൈഷ്ണവ് പറ്റിയിട്ടുള്ള മിസ്റ്റേക്സുകളും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇനി നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഇപ്പം നമ്മൾക്ക് നല്ലൊരു മാർക്ക് കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ തന്നെയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അതിലേക്ക് തിരിച്ചെത്താൻ പറ്റും. അതായത് നല്ലൊരു മാർക്കിലേക്ക് തിരിച്ചെത്തി ജെഇ മെയിൻ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് വൈഷ്ണവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഈ വാക്കുകളെല്ലാവരും കേട്ട് നിങ്ങളെല്ലാവരും ഇൻസ്പയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ കൂടുതൽ വിശേഷങ്ങളാണ് നമുക്ക് വീണ്ടും കാണാം. ബൈ.